ഇന്ന് നമുക്ക് അകാൽ और उसके बाद എന്ന് പറയുന്ന കവിതയിലേക്ക് പോകാം. അപ്പോൾ കവിയുടെ പേര് നാഗാർജുൻ. അദ്ദേഹം എഴുതിയ ഏറെ പ്രശസ്തമായൊരു കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന അകാൽ और उसके बाद. അപ്പോൾ ഈ കവിതയിൽ രണ്ട് ഭാഗമായിട്ടാണ് കവി കൊടുത്തിരിക്കുന്നത്. അതായത് അകാൽ കई दिनों तक चूल्हा रही उदास, कई दिनों तक कानी कुतिया सोई उसके पास, कई दिनों तक लगी फीत पर छिपकलियों की गश्त, कई दिनों तक चूहों की फी हालत रही शिकस्त, दाने आए घर के अंदर कई दिनों के बाद, धुआं उड़ा आंगन के ऊपर कई दिनों के बाद, चमक उड़ी खरफर की आंखें कई दिनों के बाद, कौवे ने खुजलाई पांगें കൈ ദിനവും കെ ബാധ. അപ്പോൾ ആദ്യ സ്റ്റാൻസയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അകാൽ പിടിപെട്ട ആ സമയത്തുള്ള, അകാൽ എന്ന് വെച്ചാൽ ക്ഷാമം അല്ലേ, ക്ഷാമം പിടിപെട്ട സമയത്തുള്ള ഒരു വീടിൻ്റെ അവസ്ഥയെക്കുറിച്ചും രണ്ടാമത്തെ സ്റ്റാൻസയിൽ പറഞ്ഞിരിക്കുന്ന അകാൽ മാറിയതിന് ശേഷം അല്ലെ ആ വീട്ടിൽ ധാന്യവും മറ്റുമൊക്കെ വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അകാൽ അവർ ഉസ്കെ ബാദ്, ക്ഷാമവും അതിന് ശേഷവും. അപ്പോൾ ആദ്യം കൈ ദിനോം തക് ചുൽഹ രോയ ചക്കി രഹി ഉദാസ്. അപ്പോൾ കുറേ നാളുകളായിട്ട് നമ്മുടെ ചുൽഹ മീൻസ് അടുപ്പ് അല്ലേ, അടുപ്പ് എന്ത് ചെയ്തു? കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചക്കി രഹി ഉദാസ്. അതുപോലെ തന്നെ ആട്ടുകല്ലൊക്കെ എന്ത് ചെയ്യാണ്? വളരെ വിഷമത്തിലാണ്. കാര്യം വീട്ടിൽ ധാന്യങ്ങളൊന്നും തന്നെ കിട്ടാനില്ലാത്ത അവസ്ഥ. കൈ ദിനവും തക് കാനി കുത്തിയ സോയി ഉസ്കെ പാസ്. അപ്പോൾ അവരുടെ അടുത്ത് അല്ലെങ്കിൽ ഈ ചുൽഹയുടെ അടുത്ത് ആര് കിടക്കാണ്? കാനി കുത്തിയ അല്ലേ, ഒരു നായ അല്ലേ, കാനി കുത്തിയ ഒറ്റ കണ്ണുള്ള നായ എന്ത് ചെയ്യാണ്? ഉറങ്ങുകയാണ്. കൈ ദിനോത്തക് ലഗി ഫീദ് പർ ചിപ്കലിയൊങ്കി ഗസ്ത്. അങ്ങനെ കുറേ ദിവസങ്ങളായി ഫീദ് എന്ന് വെച്ചാൽ ചുവരിലൂടെ ചിപ്കലിയൊങ്കി ഗസ്ത്. എന്താണ്? ലിസാർഡ്സ്, അതാണ് ചിപ്കലിയ അല്ലേ. ലിസാർഡ്സ് എന്ന് വെച്ചാൽ പല്ലികളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കൈ ദിനവും തക് ചൂഹോം കി ഫി ഹാലത്ത് രഹി ശികസ്ത്. പിന്നെ അതുപോലെ തന്നെ എലികളുടെ അവസ്ഥയും വളരെ പരിതാപകരമാണ് അല്ലേ. കൈ ദിനവും തക് ചൂഹോം കി ഫി ഹാലത്ത് രഹി ശികസ്ത്. അവരും വളരെ എന്താണ്, പരാജയം സമ്മതിച്ചല്ലേ, പരാജയത്തോടെ അവർ എന്ത് ചെയ്യാണ്? ഇങ്ങനെ ഓടുകയാണ്. കാര്യം ആഹാരമൊന്നും കിട്ടാനില്ലാത്ത അവസ്ഥ. അപ്പോൾ എന്താണ് ഒരു വീട്ടിൽ ഇതിനെക്കുറിച്ച് അകാൽ, ക്ഷാമം പിടിപെട്ടപ്പോൾ ഉണ്ടായ അവസ്ഥയാണ് ഈ പറയുന്നത്. എന്തൊക്കെയാണ്? ചുൽഹ രോയ അല്ലേ, അടുപ്പ് ധാന്യങ്ങളൊന്നും വേവിക്കാനില്ലാത്തത് കൊണ്ട് തന്നെ അതിങ്ങനെ അടുപ്പൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചക്കി രഹി ഉദാസ് അല്ലേ, ആട്ടുകലൊക്കെ വളരെ വിഷമത്തിലാണ്. ധ്വനവും കൈ ദിനവും കാനി കുത്തിയ സോയി ഉസ്കെ പാസ്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നായയും അടുപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ്. അതുപോലെ തന്നെ ചിപ്കലിയോങ്കി ഗസ്ത് അല്ലേ, ചിപ്കലിയോങ്കി ഗസ്ത് എന്താണ്? ചിപ്കലിയോങ്കി ഹാലത്ത് കൈസി ഹേ എന്ന് ചോദിച്ചാൽ ചിപ്കലിയ ഫീദ് പർ ഗസ്ത് ഹോ രഹി ഹേ അല്ലേ. അതുപോലെ കൈ ദിനവും തക് ചൂഹോങ്കി ഫി ഹാലത്ത് രഹി ശികസ്ത്. ഒരുപാട് ദിവസമായിട്ട് എലികൾ, റാറ്റ്സ് അല്ലെ, എലികളൊക്കെ ഇങ്ങനെ ചുവരിന് മുകളിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അത് കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും എന്ത് ചെയ്യാണ്? ആ വീട്ടിലേക്ക് ധാന്യം എത്തുകയാണ്. ധാനയായി ഖർക്കെ അന്തർ കൈ ദിനോം കെ ബാദ്. ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ആ വീട്ടിലേക്ക് ധാന്യമൊക്കെ വന്നു തുടങ്ങി. അതിനുശേഷം ദുവാമുട ആംഗൻ സെ ഊപ്പർ കൈ ദിനോം കെ ബാദ്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ദുവാം ഉട ആംഗൻ സെ എന്ന് വെച്ചാൽ അടുക്കളയിലൂടെ അല്ലെ, അടുക്കള ഭാഗത്തൂടെ എന്ത് ചെയ്യാൻ? പുക ഉയരാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ആഹാരമൊക്കെ പാകം ചെയ്തു തുടങ്ങി എന്നാണ്. ചമക്കുടി ഖർഫർ കി ആംഗി കൈ ദിനോം കെ ബാദ്. അങ്ങനെ ധാരാളം അല്ലെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവിടെയുള്ള വീട്ടുകാരുടെ മനസ്സിൽ സന്തോഷം കണ്ടു തുടങ്ങി. കാര്യം ആഹാരമൊക്കെ, അവരുടെ ദാരിദ്ര്യമൊക്കെ മാറിത്തുടങ്ങി എന്നതിൻ്റെ പ്രതീകമാണ് അവിടെ ചമക് ഉടി ഖർഫർ കി ആംഗേം അല്ലേ. വീട്ടിലുള്ളവരുടെ മനസ്സ് നിറഞ്ഞു അല്ലെ, സന്തോഷം കൊണ്ട് നിറഞ്ഞു. കൗവേനെ ഖുജലായി പാങ്കേം കൈ ദിനോങ്കി ബാദ്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും കാക്കകളൊക്കെ കൗവേനെ ഖുജലായി പാങ്കേം, തൻ്റെ ചിറക് കുടഞ്ഞ് തുടങ്ങി. കാര്യം എന്താണ്? അവർക്ക് ആഹാരമൊക്കെ കിട്ടി തുടങ്ങി. അപ്പോൾ ഇതുപോലെയുള്ളൊരു കുഞ്ഞു കവിതയാണ് നമുക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുള്ള